ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് റമദാനിലെ ഞായറാഴ്ചത്തെ ഒരു വ്ളോഗാണ്. ഇഫ്താർ റെസിപ്പീസും അത്താഴവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടാലോ. അത്താഴത്തിന് ദോശയും വെജിറ്റബിൾ സ്റ്റൂവുമായിരുന്നു. സ്റ്റൂവിൻ്റെ റെസിപ്പി കാണിക്കാം. കുക്കറിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ 2 ഏലക്ക, 2 പട്ട, 2 ഗ്രാമ്പൂ, പിന്നെ 6-7 വെളുത്തുള്ളി ചതച്ചതും അല്പം ഇഞ്ചിയും 4-5 പച്ചമുളക് അരിഞ്ഞതും ചേർക്കണം. ഒരു പകുതി സവാളയും ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് വഴറ്റിയ ഉടൻ തന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ ബീൻസ്, കോളിഫ്ലവർ, പൊട്ടറ്റോ, ക്യാപ്സിക്കം, ക്യാരറ്റ് ഇവയാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്നും തന്നെ ഒരുപാട് നേരം വഴറ്റുന്നില്ല. ഇനി പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ മല്ലിയില അരിഞ്ഞത്. ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം തേങ്ങയുടെ 2ാം പാലൊഴിച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ബാക്കിയൊക്കെ ആ ഒരു ആവിയിലിരുന്ന് തന്നെ വെന്തോളും. സ്റ്റൂ റെഡിയാക്കാൻ വെച്ചിട്ട് ഞാനിതാ ചായയും ഒപ്പം ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ്. 4 മണിക്ക് എണീറ്റ ശേഷമാണ് കിച്ചണിലേക്ക് വന്നത്. ടൈമില്ലല്ലോ, ബാങ്കിന് മുന്നേ എല്ലാവർക്കും കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുകയാണ്. ഇതുവരെ ബാക്കി ആരും എണീറ്റിട്ടില്ല. ഫുഡൊക്കെ റെഡിയായതിന് ശേഷം അവരെ വിളിക്കാമെന്ന് കരുതി. അത്രയും സമയം കൂടി അവർക്ക് ഉറങ്ങാമല്ലോ. അപ്പോഴേക്കും കുക്കറിൻ്റെ പ്രഷർ മുഴുവനായിട്ട് പോയി. ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാലൊഴിച്ച് സൈഡൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഓഫ് ചെയ്യാം. അത്താഴത്തിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റുമുള്ള വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ബാങ്ക് കൊടുക്കുന്ന ആ ഒരു ടൈം വരെ കിച്ചണൊക്കെ ഞാനൊന്ന് ക്ലീൻ ആക്കിയിടും. പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ ആണല്ലോ കിച്ചണിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് അത്താഴം കഴിഞ്ഞ ഉടനെ എല്ലാ പാത്രങ്ങളും കഴുകി കമഴ്ത്തി വയ്ക്കും. കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയപ്പോഴേക്കും ബാങ്കും കൊടുത്തു. ഇനിയിപ്പോൾ ഒന്നുമില്ല, സുബഹി കുറച്ച് നേരം ഓതലും ഒക്കെ കഴിഞ്ഞിട്ട് സുഖ ഉറക്കമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 8 മണിക്കൊക്കെയാണ് എണീക്കുക. വീട് മൊത്തം അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം റെഡിയാക്കാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ റെസിപ്പി കൂടി കാണിക്കാം. ഇതും ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഒറ്റ വിസിൽ മതിയാവും. ബാക്കി പിന്നീട് സവാള വഴറ്റിയിട്ട് അതിലിട്ട് വീണ്ടും വേവിക്കുന്നുണ്ട്. അതിനിടയിൽ ചിക്കൻ ഫ്രൈയുടെ മസാല കൂടി കാണിക്കാം. മിക്സിയുടെ ജാറിലേക്ക് പകുതി സവാള, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 8 പത്തല്ലി വെളുത്തുള്ളി, പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. നാരങ്ങ ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി പകരം ചേർക്കാം. പിന്നെ മുളക് പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, വലിയ ജീരകം പൊടിച്ചത് 2 ടീസ്പൂൺ, പട്ട, ഗ്രാമ്പൂ, 4 ഏലക്ക, 1/2 ടീസ്പൂൺ ഗരം മസാല പാക്കറ്റ് പൊടിയാണ് കേട്ടോ. ഇവ അല്പം വെള്ളം ചേർത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇത് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മസാല കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. ഇടയ്ക്ക് നമുക്ക് ചിക്കനോ ഫിഷോ ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. ഇനി നമുക്ക് വീണ്ടും ചിക്കൻ കറിയിലോട്ട് വരാം. ഒരു നോൺ സ്റ്റിക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് സ്പൈസസ് ചേർക്കാം. ഏലക്ക മാത്രം 4-5 ചേർക്കണം. ബാക്കിയൊക്കെ 2 വീതം മതി. ഒരു ബേ ലീഫും ചേർത്തിട്ട് 2 സവാള ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വഴറ്റുക. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇടയ്ക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അല്പം ഉപ്പ് ചേർത്തൊക്കെ വഴറ്റാം. ഇതിലേക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ്, അപ്പോൾ പൊടികൾ ടീസ്പൂൺ അളവിൽ ചേർക്കുക.
3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും പെരിഞ്ജീരപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. പെപ്പർ പൗഡർ ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് ആ ഒരു ചിക്കൻ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറിക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കറി തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇന്നത്തെ സ്നാക്സിൻ്റെ ഫില്ലിങ്ങിലേക്കുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു വലിയ ക്യാബേജാണ് കേട്ടോ കിട്ടിയത്. ഫ്രിഡ്ജിൽ കൊള്ളുന്ന തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ക്യാബേജ് മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്നതിനേക്കാളും ഇതുപോലെ ഇതളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ക്യാബേജ് കറുത്തു പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതാ ചിക്കൻ കറിയുടെ പണി കഴിഞ്ഞു. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അത് ഓഫ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ അതാ സ്നാക്സിൻ്റെ ഫില്ലിംഗ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ക്യാബേജിനൊപ്പം ഇഞ്ചി, പകുതി സവാള, ക്യാരറ്റ് എന്നിവ അല്പം ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും പെരിഞ്ജീരപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് വാടി വരുന്ന വരെ വഴറ്റി കൊടുത്താൽ മതി. അതിനിടയിൽ ഞാനിതാ ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കവും കൂടി ഏറ്റവും ലാസ്റ്റായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ മയണൈസ് കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ മുട്ടയില്ലാതെ നിലക്കടല വെച്ചിട്ടുള്ള മയണൈസാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ നേരത്തെ ചിക്കൻ കുക്ക് ചെയ്തപ്പോൾ ബോൺലെസ് പീസസ് സ്നാക്സിനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് പിച്ചിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അങ്ങനത്തെ ഫില്ലിംഗ് റെഡിയാക്കി മാറ്റി വെച്ചു. ഇനി വളരെ എളുപ്പത്തിൽ നൈസ് പത്തിരി റെഡിയാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പൊടി വാട്ടി നൈസ് പത്തിരി തയ്യാറാക്കുന്ന രീതി ഞാൻ കാണിച്ചിട്ടുണ്ട്. വോയിസ് കൊടുക്കുന്നതിനിടയ്ക്ക് അവിടെ ഫോണിൽ സംസാരിക്കുന്നതിൻ്റെ ബഹളമാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ 2 വീഡിയോയും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഈസി ആ ഒരു രീതിയിൽ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഞാൻ 2 കപ്പ് പൊടിയിലേക്ക് 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല. പാനിലേക്ക് പൊടിയും വെള്ളവും മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 3/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇനിയാണ് ഫ്ലെയിം ഓണാക്കിയിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കുക. ചൂടാറുന്നതിന് മുമ്പ് തന്നെ ബോൾസ് ആക്കിയിട്ട് പ്രസ്സിൽ വെച്ച് ഉടൻ തന്നെ പരത്തിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആകുമ്പോഴേക്കും മറിച്ചിട്ടിട്ട് സൈഡൊക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ട് പത്തിരി പൊങ്ങി വരും. ചുട്ട് കഴിഞ്ഞിട്ട് പത്തിരി കാസറോളിൽ തന്നെ വെക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ കഴിക്കാൻ നേരത്ത് തീരെ സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല അടിപൊളി നൈസ് പത്തിരി നമുക്കിതുപോലെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തത് ഇഫ്താറിൻ്റെ ഡ്രിങ്ക് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പൈനാപ്പിളും നാരങ്ങയും പുതിനയും ഇഞ്ചിയും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഇതിലേക്ക് നറുനണ്ടി സർബത്തൂടി ചേർത്ത് കൊടുത്തു. ഇത് പിന്നെ ഇക്കാടെ ഒരു ഫ്രണ്ട് നല്ല അടിപൊളി പായസവും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും സെർവ് ചെയ്യാണ്. പിന്നെ ബാങ്ക് വിളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പൊക്കെയാണ് സ്നാക്സ് ഫ്രൈ ചെയ്തെടുത്തത്. ഈ ഒരു സമൂസ ഷീറ്റ് ഞാൻ നേരത്തെ തയ്യാറാക്കിയത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഫില്ലിങ് റെഡിയാക്കിയത് വെച്ചിട്ട് ചിക്കൻ റോള് ഫോൾഡ് ചെയ്യുന്ന പോലെ ഒന്ന് ചുരുട്ടിയെടുത്തു. ലാസ്റ്റ് വരുന്ന ഭാഗത്ത് മൈദ വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഫില്ലിങ് പുറത്ത് വരാതെ ലോക്കായിട്ടിരുന്നോളും. വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഓരോന്നൊക്കെ ഇവിടെ എല്ലാവരും നോമ്പ് തുറന്നാൽ കഴിക്കത്തുള്ളൂ. ബാക്കിയുള്ള സമോസ ഷീറ്റ് ഉടൻ തന്നെ ഇതുപോലെ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തിരിച്ചു വെക്കണം. ഫ്രീസറിലല്ല, താഴെയാണ് കേട്ടോ വെക്കേണ്ടത്. ഇനി സ്നാക്സ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. അൽഹംദുലില്ലാ ഞങ്ങൾ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഷവർമയൊക്കെ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.